എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന നാട്ടിൽ നല്ല ഡിമാൻഡുള്ള ടൊയോട്ടയുടെ ഒരു വണ്ടിയുണ്ട്. കാരണം വണ്ടി നിന്നുപോയി, പക്ഷെങ്കിൽ ഇന്നും ഈ വാഹനം മാർക്കറ്റിൽ കൊടുക്കാനുണ്ട് എന്നറിഞ്ഞാൽ ചൂടപ്പം പോലെ വിറ്റുപോകുന്ന ടൊയോട്ടയുടെ എറ്റിയോസ് ലിവ. ആ ലിവയിൽ തന്നെ ഡീസൽ വേരിയന്റിൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് VXD, അതിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു കളറ് ബ്ലാക്കും റെഡും കൂടെയുള്ള ഡ്യുവൽ ടോൺ കളർ. ആ ഒരു ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു കളറിലുള്ള ഒരു കിടിലൻ വണ്ടിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ വണ്ടിയുടെ ഡീറ്റെയിൽ ഞാനൊന്ന് പെട്ടെന്ന് പറയാം. 2018 മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷനിൽ, സിംഗിൾ ഓണർഷിപ്പിൽ, വെറും 74,000 കിലോമീറ്റർ, പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി, യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും ഇല്ലാത്ത ഒരു ഹൈ ക്വാളിറ്റി എറ്റിയോസ് ലിവ VXD ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമ്മളുടെ വണ്ടികളെല്ലാം ഡൽഹിയിലാണുള്ളത്. അത് ആദ്യം തന്നെ ഞാൻ പറയുവാണ്. നമ്മളിതിൽ പറയുന്ന പ്രൈസ് കാര്യങ്ങളൊക്കെ ഡൽഹിയിലെ ആസ്കിങ് റേറ്റ് കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുക. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഓൾ അറൗണ്ട് വീഡിയോയിലേക്ക് പോകാം. പലപ്പോഴും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർക്കും ഇനിയിപ്പോൾ പുതിയ വീഡിയോകളിൽ അത് പറയണ്ടെന്ന് നോക്കും. പക്ഷെങ്കിൽ ചില സാഹചര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോഴും വിളിക്കുന്ന ആൾക്കാരുണ്ട്. വിളിച്ചിട്ട് നമുക്ക് 9 ലക്ഷം രൂപയ്ക്ക് ക്രിസ്റ്റ കിട്ടുമല്ലോ, 16 ലക്ഷം രൂപ അല്ല 18 ലക്ഷം രൂപയ്ക്ക് നല്ല ഒന്നാന്തരം വണ്ടി എന്നെ വീട്ടിൽ കൊണ്ട് കാണിച്ചു. നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ വണ്ടികൾക്ക് എന്താ കുറച്ചും കൂടെ വില കൂടുതൽ, ഡൽഹിയിൽ ഈ പ്രൈസിൽ ഇവിടെ നാട്ടിൽ വണ്ടി കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടുന്ന് തന്നെ വണ്ടി എടുക്കണം. നിങ്ങൾ ഒരിക്കലും ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കാനായിട്ട് നിൽക്കരുത്. ഞാൻ പറയുന്നത്, ഞാൻ കൊടുക്കുന്നത് എങ്ങനെയുള്ള വാഹനമാണെന്ന് എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ഈ പറയുന്ന 9.5 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ക്രിസ്റ്റ ഇവിടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ടാക്സി ഓടി പരിപ്പെടുത്ത് 3 ലക്ഷം 4 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടികൾ. ഈ സത്യങ്ങൾ ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല. കാരണം ഇതിന്റെ താഴെ വന്ന് എന്നെ ചീത്ത വിളിക്കുകയോ എന്നെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ ഐ ഡോണ്ട് കെയർ. ഞാൻ ഇതിലും വലിയ കാര്യങ്ങൾ കേട്ടിട്ടും അനുഭവിച്ചിട്ടും വന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു ടെൻഷനോ പേടിയോ സത്യം പറയുന്നതിന് യാതൊരു മടിയോ ഉള്ള ആളല്ല. അതുകൊണ്ട് ഞാൻ പറയുവാണ്, ഈ 9.5 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ക്രിസ്റ്റ എന്ന് പറയുന്നത് മാനുവൽ വേരിയന്റിലുള്ള വണ്ടികളായിരിക്കും. ഈ വാഹനങ്ങൾ ഇവിടെ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കൽ പറഞ്ഞാണ്, ഇവിടുത്തെ പല ട്രാവൽസിൽ ഓടുന്ന വണ്ടികൾ, അവർ 8ഉം 10ഉം 20ഉം വണ്ടികളൊക്കെ ഒരു ട്രാവൽസിൽ നിന്ന് തന്നെ ഒന്നിച്ചെടുക്കുകയും അവർ ഒന്നിച്ച് സെല്ല് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള വണ്ടികൾ ഇവിടെ ലേലത്തിൽ വെക്കും. ആ 8ഉം 10ഉം വണ്ടികൾ ഒരുമിച്ച് ലേലത്തിൽ പിടിച്ചിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് അന്നേരം തന്നെ നമ്പർ മാറ്റും, ഓണർഷിപ്പ് മാറും. പിന്നെ ടാക്സി എന്നുള്ള ഒരു ലേവൽ ആ വണ്ടിക്ക് ഇല്ല. അതിന്റെ ഫ്രണ്ട് ഗ്രില്ലും ബമ്പറും മാറ്റി ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യും. അന്നേച്ച് അവിടെ ഇട്ടേച്ച് ഒന്ന് പോളിഷ് ചെയ്ത് അല്ലെങ്കിൽ പെയിന്റ് ചെയ്യാനുള്ള പെയിന്റ് ചെയ്തേച്ച് ഈ ലോകത്തില്ലാത്ത വില കുറച്ചും കൂട്ടിയിട്ട് അവർ വിൽക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് അത് മതിയെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി അതിലേക്ക് പോകണം. നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു മാധ്യമമുണ്ട്. നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ അതിൽ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് നോക്കാം, നിങ്ങൾക്ക് മാർക്കറ്റ് പ്ലേസ് നോക്കാം, നിങ്ങൾക്ക് OLX നോക്കാം. ഇതിനകത്തൊക്കെ ഒരു ആവറേജ് മാർക്കറ്റ് റേറ്റ് എല്ലാ നാട്ടിലേതും ഉണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾ നോക്കാം. നിങ്ങൾ നോക്കിക്കോ, ഡൽഹിയിൽ നിന്ന് ഞാൻ ഉൾപ്പെടെ വീഡിയോ ചെയ്യുന്ന 99% വണ്ടികളുടെയും ഡീറ്റെയിൽസ് OLX-ലോ മാർക്കറ്റ് പ്ലേസിലോ വന്നിരിക്കും. നിങ്ങളത് നോക്കണം. അല്ലാതെ നിങ്ങൾ ഒരിക്കലും മണ്ടന്മാരാകരുത്. നിങ്ങൾ ആ വണ്ടി തന്നെയാണോ ഇതെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ആ വണ്ടി തന്നെയാണ്. അല്ലെങ്കിൽ നിസ്സാരമായിട്ട് ഈ വണ്ടിയുടെ ഏതെങ്കിലും ഒരു പാർട്ടിൽ എന്തെങ്കിലും ഒരു ഇവിടെ ഇച്ചിരി സ്ക്രാച്ച് ഉണ്ട്, ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതേ ഫോട്ടോയിൽ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി തന്നെയാണ്. എന്നിട്ട് നിങ്ങൾ അവരുമായിട്ട് പ്രൈസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ഞാൻ വീഡിയോ ചെയ്ത വണ്ടി ഞാൻ പറഞ്ഞ ആസ്കിങ് റേറ്റിനെക്കാട്ടിൽ 1 ലക്ഷം രൂപ കൂടുതലിട്ട് വിറ്റ ചരിത്രമൊക്കെ എനിക്കറിയാം. അതും ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിന്ന്. കാരണം ഇത്രയും ചിന്തിക്കാതെ വന്ന് വണ്ടി എടുക്കുന്ന ആൾക്കാരും ഉണ്ട് ഡൽഹിയിൽ. അപ്പൊ അത് ഞാൻ പറയണം. പിന്നെ 19 ലക്ഷത്തിനൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കുന്ന ഫോർച്യൂണറിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം.
ഇവിടെയൊക്കെ ഒരു 3-4 ലക്ഷം കിലോമീറ്റർ എങ്കിലും ഓടിയ വണ്ടി പണിത് കുട്ടപ്പനാക്കി. നിങ്ങൾ ആദ്യം അതിന്റെ ഹിസ്റ്ററി എടുക്കണം, അതിന്റെ ഓണർഷിപ്പ് എത്രയാണെന്ന് നോക്കണം. അല്ലാതെ വണ്ടി, മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വണ്ടിയുടെ പുറമേ ഉള്ള ഭംഗി, അത് നോക്കിയാണ് വണ്ടി എടുക്കുന്നത്. ഒരിക്കലും അല്ല. വണ്ടിയുടെ പുറമേ നമുക്ക് കൂടിപ്പോയ ഒരു 15-25,000 രൂപയിൽ നമുക്ക് പരിപാടി, വണ്ടി വേണം ഫുള്ള് റീപെയിന്റ് ചെയ്ത് ചെറിയ വണ്ടികളാണെങ്കിൽ എടുക്കാം. ഇനി ഒരു ഫോർച്യൂണർ ആണെങ്കിൽ നിങ്ങൾ ഒരു 70,000 രൂപ മുടക്കി അല്ലെങ്കിൽ 1 ലക്ഷത്തിൽ താഴെ മുടക്കി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പെയിന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന്റെ പുറം ഭംഗി അല്ലല്ലോ നമുക്ക് വേണ്ട. ഇടിച്ച് പരിപ്പിളക്കിയ വണ്ടി, അതിന്റെ പില്ലറും പണിത് അപ്രോണും പൊട്ടിച്ച വണ്ടികളൊക്കെയാണ് ഈ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നത്. ഇതിന്റെ പേരിൽ അതിന്റെ താഴെ വന്ന് കമന്റ് ഇടാൻ വരുന്ന ആൾക്കാർ ഇങ്ങോട്ട് എന്താണോ പറയുന്നത് അതേ രീതിയിൽ ഞാൻ അങ്ങോട്ടും പറയും. അത് ഓർത്തോണം, നമുക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്, അത് ഞാൻ പുറകെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പതിവ് പോലെ ഈ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു പോവാം. ഈ ഒരു വണ്ടിയിൽ റീപെയിന്റ് വന്നിരിക്കുന്ന ഈ ഒരു സൈഡിലാണ്. ഈ ഒരു ഫെൻഡറും ഈ 2 ഡോറും പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2 ദിവസം മുമ്പ് ചെയ്യിച്ചതാണ്. ഇതിൽ വന്നപ്പോൾ എല്ലാം സ്ക്രാച്ച് ആയിരുന്നു, ഞാൻ കണ്ടതാണ്. ഇപ്പോൾ ഒരു റീപ്ലേസ്മെന്റ് വന്നിട്ടില്ല. ഫ്രണ്ട് ഗ്ലാസ് ഉൾപ്പെടെ ഒറിജിനൽ ഗ്ലാസ് ആണ്. ഇതും നല്ല ഹൈ ക്വാളിറ്റി ഉള്ള പെയിന്റ് ആണ്. ഈ വണ്ടി നിങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് റീപെയിന്റ് ചെയ്താന്ന് പോലും പറയത്തില്ല. അപ്പോൾ അത്രയും നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഈ വാഹനം ഉള്ളത്. അതുപോലെ ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടെ എടുത്തു പറയുകയാണ്. നിങ്ങൾ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട്, ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ കൊണ്ട് വണ്ടി എടുക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആളെ വിളിച്ചിട്ട് ചോദിക്കണം, നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടോ? അവരുടെ ഓൺ വോയിസിലുള്ളത്, അവരുടെ ഓൺ വോയിസിൽ അവർ ഡബ് ചെയ്തതല്ല, അവർ ആ വണ്ടിയുടെ കൂടെയുള്ള വീഡിയോ നിങ്ങൾ ചോദിച്ച് മേടിക്കണം. അല്ലെ നിങ്ങൾ പറ്റിക്കപ്പെടും. കാരണം നാട്ടിലിരുന്നിട്ട് ഡൽഹിയിലെ വണ്ടി വിൽക്കുന്ന 100 കണക്കിന് ആൾക്കാരുണ്ട്. നിങ്ങൾ ചതിക്കപ്പെടുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഓരോ ഡോറ് തുറന്ന് അതിന് ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ഡോറ് തുറന്നു കാണാം. ഫ്രണ്ട് ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഇച്ചിരി ചെള്ളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. പഞ്ചിങ് ഒക്കെ നല്ല ക്ലീൻ ആണ്. ഇവിടുത്തെ ഡോർപാടൊക്കെ നല്ല പുതിയ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ പില്ലറിന്റെ ഭാഗത്തേക്ക് വരാം. പില്ലറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയൊക്കെ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മുഴുവൻ നമുക്ക് കമ്പനിയുടെ പഞ്ചിങ് മാർക്കുകൾ ക്ലിയർ ആയിട്ട് കാണാം. ഇതിന്റെ ഈ താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പുറകു വശത്തെ ഡോറിലേക്ക് വരാം. എല്ലാ ഗ്ലാസുകളും ഒറിജിനലാണ്. ഫ്രണ്ട് വിൻഷീൽഡ് ഉൾപ്പെടെ ഒരു റീപ്ലേസ്മെന്റ് പോലും വന്നിട്ടില്ല. ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇനി പഞ്ചിങ് മാർക്കുകൾ നോക്കുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ വണ്ടി എടുത്താൽ നമ്മൾ നല്ല രീതിയിലൊന്ന് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒരു ഡീപ്പ് ക്ലീനിങ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നല്ല പുത്തം പോലെയാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ പുറകു വശത്തേക്ക് വരാം. ഇവിടുത്തെയും ഗ്ലാസ് ഉൾപ്പെടെ എല്ലാം ഒറിജിനലാണ്. ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് ഒന്ന് തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം. ഈ വണ്ടിയിൽ ഞാൻ ആകെ ഒരു നെഗറ്റീവ് കണ്ടത് ഇതിന്റെ ഈ പുറകു വശത്തെ ഈ ഡോർപാഡ് ഡാമേജ് ആണ്. ഇത് നമുക്ക് പറ്റിയാൽ വേറെ എവിടെ നിന്നെങ്കിലും മാറേണ്ടതായിട്ട് വരും. അത് നമ്മളുള്ളതുള്ള പോലെ, അതാണ് നമ്മൾ ഏറ്റവും ദിവസത്തെ ഡീറ്റെയിൽ പറഞ്ഞിട്ടേ നമ്മൾ വണ്ടി കൊടുക്കുകയുള്ളൂ. ഇവിടുത്തെ എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കാണാം. ഈ ഭാഗത്തെയും കമ്പനിയുടെ പേസ്റ്റിങ്, ഈ നട്ടുകളൊക്കെ കാണുമ്പോൾ അറിയാം ഇതൊന്നും തൊട്ടിട്ട് പോലും ഇല്ല എന്നുള്ളത്. ഇവിടുത്തെ എല്ലാം പഞ്ചിങ് മാർക്കുകളും നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് പോകാം. സ്റ്റെപ്പിനി ഇതിനകത്താണ്, ഞാനതൊന്ന് തുറക്കാം. ഇതിനകമൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ അടുത്ത വശത്തേക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വശം മൊത്തത്തിൽ ഞാൻ പറയാം. ഇവിടെ യാതൊരു വിധത്തിലുള്ള റീപെയിന്റും വന്നിട്ടില്ല. കമ്പനി ഒറിജിനൽ പെയിന്റ് തന്നെയാണ് കിടക്കുന്നത്. ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള 1-2 ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഡോർ തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം. ഇതിനുൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കാണാം. ഡോർപാടൊക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇനി നമുക്ക് ഫ്രണ്ട് ഡോർ തുറന്നതിന് ഉൾവശം ഒന്ന് കാണാം. ഇതിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഡോർപാടുകളൊക്കെ നല്ല വൃത്തിക്കാണിരിക്കും. സ്വിച്ചുകളിലൊന്നും യാതൊരു ഡാമേജും വന്നിട്ടില്ല. നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരും. ഇവിടെ ഇച്ചിരി പൊടി ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ക്ലിയർ ആയിട്ട് കാണാം. നമുക്ക് ഇത് വണ്ടി ആരെടുത്താലും ഈ പൊടി ഇരിക്കുന്ന ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്യിക്കും. അപ്പോൾ അത് അവരും കണ്ടിട്ടില്ല. അപ്പോൾ അത് ഞാൻ അവരോട് പറഞ്ഞത് ചെയ്യിക്കും. നമുക്ക് പറ്റിയാൽ ഇതിന്റെ ഡിക്കിക്കകത്തെ ആ പാട് നമുക്ക് ചേഞ്ച് ചെയ്യിക്കാൻ പറ്റിയാൽ അതും നമ്മൾ ചേഞ്ച് ചെയ്യിച്ചു തരും. നമ്മൾ ഏറ്റവും ദിവസമായിട്ട് കാര്യങ്ങൾ വണ്ടിയുടെ എടുത്തെടുത്ത് കാണിച്ച് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേന് ഇതിന്റെ വണ്ടിയെ പറ്റി ഫുള്ളായിട്ടുള്ള ഒരു ഐഡിയ കിട്ടണം. കാരണം നിങ്ങൾ എല്ലാ നാട്ടിലും നിൽക്കുന്ന എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്നെ വിശ്വസിച്ച് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ 100% അതിന്റെ ഡീറ്റെയിൽ തരേണ്ട റെസ്പോൺസിബിലിറ്റി എൻ്റെയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോന്ന് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ മുൻവശത്തേക്ക് പോവാം.
ഇതിന്റെ മുൻവശത്തേക്ക് വരാം. ഈ ഫെൻഡറിലോ ഈ ബോണറ്റിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ റീപെയിന്റോ ഒന്നും വന്നിട്ടില്ല. ഇവിടെയൊക്കെ ചെറിയ ചെറിയ 1-2 സ്ക്രാച്ചുകൾ വന്നിട്ടുണ്ട്, അതേ ഉള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഞാൻ വീണ്ടും എടുത്ത് പറയണം, ഞാൻ 2 വീഡിയോ മുമ്പ് ഞാനിവിടെ ചില RTOയിൽ NOC നിർത്തി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ലോകത്ത് കേൾക്കാത്ത തെറികളൊന്നുമില്ല. എന്നെ കമന്റിലൂടെയും അല്ലാതെയും എന്നെ പറയുന്നത് നമ്പർ പോലും അറിയത്തില്ലാത്ത അൺനോൺ നമ്പേഴ്സിൽ നിന്ന് വരെ കോൾ വിളിച്ച് എന്നെ കുറെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും സത്യാവസ്ഥ മനസ്സിലായി, ഇത് കിട്ടത്തില്ലെന്ന്. അത് കഴിഞ്ഞിട്ട് എന്നെ എത്രയോ പേര് വിളിച്ചിട്ട് അവർ കുടുങ്ങിപ്പോയ അവസ്ഥ എന്നോട് പറഞ്ഞു. അതിനകത്ത് നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ പോപ്പുലർ ആയ ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, പക്ഷേ ഡീറ്റെയിൽസ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം മലപ്പുറം സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ 2 കൈകളും ഇല്ലാത്തവണ്, ഒരു പാവം മനുഷ്യനാണ്, അത്യാവശ്യം പാടാനൊക്കെ കഴിവുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ ഇവിടെ ഉള്ള ഒരുത്തൻ പറ്റിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് ഒരു NOC കിട്ടുമെന്നും പറഞ്ഞൊരു വണ്ടി, അയാൾ ഇത്രയും നാളും കഷ്ടപ്പെട്ട പൈസ വെച്ചിട്ട് അയാൾ ഒരു ബിസിനസ് പോലെ തുടങ്ങിയിട്ട് അയാൾക്ക് വണ്ടി എടുത്തു കൊടുത്തു. അയാൾ ആ വണ്ടി എറണാകുളത്ത് ആർക്കോ വിറ്റു. ഏറ്റവും അവസാനം അതിന്റെ NOC കിട്ടാതെ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് വന്നു, ബായ് NOC എടുത്തു തരാൻ പറ്റും. ഞാൻ പറഞ്ഞു കിട്ടത്തില്ല ബായ്. അപ്പോൾ എന്നോട് പറഞ്ഞു അവർ നാളെ വണ്ടി എൻ്റെ വീട്ടിൽ കൊണ്ടിടും എന്നാ പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനകത്ത് ഒരു സൊല്യൂഷനും പറയാനായിട്ടില്ല, നമുക്ക് കിട്ടത്തില്ല. അവസാനം ആ വണ്ടി വീട്ടിലിട്ടു എന്നും പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരോടൊന്നും എനിക്ക് പറയാൻ മറുപടികളില്ല. കാരണം കുറച്ചൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടുന്ന് പറയുന്നവരെല്ലാവരും പറയുന്നത് നല്ലതാണ് എന്ന് വിശ്വസിക്കാതെ നിങ്ങൾ ഡീറ്റെയിൽ എത്രത്തോളം അവരുടെ നിന്ന് വാങ്ങാൻ കഴിയുമോ അത്രത്തോളം ഡീറ്റെയിൽ വാങ്ങി തന്നെ വണ്ടികൾ എടുക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ 1-2 പേര് ഇവിടുന്ന് വണ്ടി എടുത്ത് കൊടുക്കണം. ഇവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നതോ പാർട്ട് ടൈം ആയിട്ട് ഈ വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ വണ്ടി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇവിടെ പഠിക്കാൻ വരുന്ന പിള്ളേരായിരിക്കും ഈ പരിപാടി നടത്തുന്നത്. ഇവന്മാർ പഠിച്ച് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവന്മാർ നാട് വിട്ടു പോകും, അല്ലെങ്കിൽ ഇവർ അബ്രോഡിൽ ഒരു അവസരം കിട്ടുമ്പോൾ ഇവർ അങ്ങോട്ടേക്ക് പോകും. ഇവർ എടുത്തു കൊടുക്കുന്നിടം വരെ, അവരുടെ പേയ്മെന്റ് മേടിക്കുന്നിടം വരെ ഉള്ള റെസ്പോൺസിബിലിറ്റിയും സൗഹൃദവും ഒക്കെ അവർക്ക് ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഒരു ഫോളോ അപ്പ് ഉണ്ടാകത്തില്ല. 3 പേരെങ്കിലും എന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഏതോ ആൾക്കാർ വണ്ടി എടുത്ത് കൊടുത്തു, ഇപ്പോൾ വണ്ടിയുടെ മൊത്തം ഡോക്യുമെന്റ്സ് കിട്ടിയിട്ടില്ല, NOC കിട്ടിയിട്ടില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്, വിളിച്ചിട്ട് കിട്ടുന്നില്ല, യാതൊരു റെസ്പോൺസും ഇല്ല. ഇതിനകത്തൊക്കെ പോയി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ ആരുടെ കയ്യിൽ നിന്ന് എടുത്തോ, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വണ്ടി എടുക്കണ്ട. പക്ഷേ അവരോട് നിങ്ങൾ A to Z ഡീറ്റെയിൽസ് ചോദിച്ച് വാങ്ങണം. ഒരു ഡോക്യുമെന്റ് ആണെങ്കിൽ ഏതൊക്കെ ഡോക്യുമെന്റ് വണ്ടിയുടെ ഉണ്ടോ, RC, ഇൻഷുറൻസ്, പൊല്യൂഷൻ, വണ്ടിയുടെ ഓണർ ആധാർ കാർഡിന്റെയും പാൻ കാർഡിന്റെയും ഫോട്ടോ, കമ്പനിയുടെ പേരിലുള്ള വണ്ടിയാണെങ്കിൽ അവരുടെ GST സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, അതിന്റെ ഫോട്ടോസ്റ്റാറ്റ്, 2 ലെറ്റർ ഹെഡ്, ഫോം 29, 30, ഇൻഷുറൻസ് ട്രാൻസ്ഫർ ഫോം, അഫിഡവിറ്റ്, ഇങ്ങനെയുള്ള A to Z സാധനങ്ങൾ നിങ്ങൾ വാങ്ങി സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. അതുപോലെ തന്നെ ബാങ്ക് ലോൺ ഉള്ള വണ്ടിയാണോ എന്ന് നോക്കുക, വണ്ടി ബ്ലാക്ക് ലിസ്റ്റഡ് ആണോ എന്ന് നോക്കുക, വണ്ടിയിൽ എന്തെങ്കിലും ചെല്ലാനുണ്ടോ എന്ന് നോക്കുക. ഇനി ബാങ്ക് ലോൺ ഉള്ള വണ്ടിയാണെങ്കിൽ അത് ക്ലോസിൽ ചെയ്തതിന്റെ ക്ലോസിംഗ് ലെറ്റർ, NOC, ബാങ്ക് NOC ഉണ്ടോ എന്ന് നോക്കുക. ആ NOCയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് വെറും 90 ഡേയ്സ് ആണ്, 90 ദിവസമുള്ള. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാങ്ക് NOCക്ക് അപ്ലൈ ചെയ്യണം. അപ്പം മാസങ്ങളും വർഷങ്ങളും പഴക്കമുള്ള ബാങ്ക് NOC ആണോ എന്നും നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങി പോകുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ബോണറ്റ് തുറന്ന് എഞ്ചിൻ റൂം ഒന്ന് കാണാം, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. വണ്ടി ഓടിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല സ്മൂത്താണ് വണ്ടി. വലിയ കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ലല്ലോ, 74,000 ആകുന്നതേ ഉള്ളൂ. 73,900 സംതിങ് ആണ്. ഞാനിപ്പോൾ ഓടിക്കുന്നതും കൂടെ കൂട്ടി 74 ആവും. അപ്പോൾ നമുക്ക് ഇതിന്റെ ബോണറ്റിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ കാണുമ്പോൾ അറിയാം, ഇവിടത്തേക്ക് കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ ബോണറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. ടൊയോട്ടയുടെ അതേ ഒറിജിനൽ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാം. ഇനി ഈ ഒരു ഫെൻഡറിലും ആ ഫെൻഡറിൽ നമുക്ക് ടൊയോട്ടയുടെ ബാഡ്ജിങ് ആണ്. ഫെൻഡറിലൊക്കെ ടൊയോട്ടയുടെ ബാഡ്ജിങ് ഉണ്ട്. ഈ ആപ്രോണിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല, വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് ബാറ്ററി ആണെങ്കിൽ പോലും 2025 6 മാസത്തെ ഒരു പുതിയ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഇതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ബോണറ്റ് അടച്ചിട്ട് ഒരു 10 സ്റ്റെപ്പ് അപ്പുറത്തോട്ട് മാറി നിന്നാൽ ഈ വണ്ടി സ്റ്റാർട്ട് ആകാൻ പോലും അറിയത്തില്ല, അത്രയും സൈലന്റ് ആണ്. ഒരു ഡീസൽ വണ്ടിയുടെ സൗണ്ട് ഒന്നും നമുക്ക് അറിയാനേ ഇല്ല. അകത്താണെങ്കിൽ നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ആയെന്ന് അറിയത്തില്ല, അത്രയും ക്ലീൻ വണ്ടിയാണ്. വണ്ടി ഓടിക്കാനൊക്കെ അടിപൊളിയാണ്. ഗിയർ ഷിഫ്റ്റ് ഒക്കെ സ്മൂത്ത് ആണ്. ക്ലച്ചിന്റെ ഭാഗത്തോ സസ്പെൻഷന്റെ ഭാഗത്തോ ഒന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റീരിയറും ടയറും ഒന്ന് കാണാം. ഈ വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഡോർ പാടുകളിൽ നിന്ന് തുടങ്ങാം. നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഡാഷ്ബോർഡിലോട്ട് വരുവാണെങ്കിൽ ഡാഷ്ബോർഡിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല, നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. നമുക്ക് എത്ര മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണെന്ന് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇതിന് സെൻട്രൽ കൺസോളിലോ അല്ലെങ്കിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നല്ല ഹെവി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്.
ഈ ഒരു സീറ്റിന്റെ ഭാഗത്തേക്കൊക്കെ വരുവാണ്. ഇത് എക്സ്ട്രാ സീറ്റ് കവർ അവർ ചെയ്തിട്ടേക്കുന്നതാണ്. അതിൻ്റെതായി ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട്. അതേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് പറയാനായിട്ട്. ഇങ്ങനെയുള്ള മൈന്യൂട്ടായിട്ട് ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഈ വാഹനത്തിൽ എന്തെങ്കിലും കുറവുകളായിട്ട് പറയാനായിട്ടുള്ളൂ. പുറകെ വരുന്ന സീറ്റുകളും വളരെ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ ഇതിലൊന്നും സംഭവിച്ചിട്ടില്ല. ടോപ്പിലേക്ക് വരുമ്പോഴത്തേനും ടോപ്പിലും യാതൊരു വിധത്തിലുള്ള ചെളിയോ അഴുക്ക പൊടിയോ ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഡയമണ്ട് കട്ട എലോയ്സ് കാണാം. അതുപോലെ ബ്രിഡ് സ്റ്റോണിൻ്റെ ഏകദേശം ഒരു 80-85% ഉള്ള 4 ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ആരുടെയും കുറ്റമായിട്ടല്ല പറഞ്ഞത്, നിങ്ങൾക്കൊരു അബദ്ധം സംഭവിക്കാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് അനിഷ്ടം ഉണ്ടാക്കിയേക്കാം. ഐ ഡോണ്ട് കെയർ, എനിക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ വണ്ടികൾ കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഈ 3 സ്റ്റേറ്റിലേക്കും അല്ലാതെ നമുക്ക് വണ്ടികൾ പോകുന്നുണ്ട്. ഇന്നേ വരെ നമ്മൾ കച്ചവട പർപ്പസിനുള്ള ഒരു വണ്ടികൾ ഇവിടുന്ന് എടുത്ത് കൊടുത്തിട്ടില്ല എന്ന് നെഞ്ചി കൈവച്ച് എനിക്ക് പറയാൻ പറ്റും. ഞാൻ കൊടുത്തിരിക്കുന്ന 100 കണക്കിന് വണ്ടികൾ ഇന്ന് കേരളത്തിൽ ഓടുന്നുണ്ട്. അതും ഫാമിലി യൂസിൽ. കസ്റ്റമർ, അതായത് എൻ്റെ ഒരു വാഹനം എടുത്ത ആൾ ഉറപ്പായിട്ടും അവരുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ എന്നെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അവർക്ക് ഞാൻ വണ്ടി എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പം ആ ഒരു ട്രസ്റ്റിൻ്റെ പുറത്താണ് ഞാൻ ഇന്ന് നിലനിന്ന് പോകുന്നത്. അത് അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന വണ്ടികളിലുള്ള വിശ്വാസവും ഞാൻ കൊടുക്കുന്ന വണ്ടിയുടെ ക്വാളിറ്റിയാണ്. അതെനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. എന്നെ വിശ്വസിച്ച് എൻ്റെ നിന്ന് വണ്ടി എടുത്ത ഒരാളെങ്കിലും വന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് പറയാനുള്ള ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. കാരണം എനിക്കൊരു വണ്ടി നോക്കുന്നതിനെക്കാട്ടിലും ആത്മാർത്ഥമായിട്ടാണ് ഞാൻ വേറൊരാൾക്ക് വണ്ടി എടുത്ത് കൊടുക്കാനായിട്ട് വണ്ടി ഇൻസ്പെക്ട് ചെയ്യുന്നത്. കാരണം ഇതെല്ലാം ഒരു വിശ്വാസമാണ്. നിങ്ങൾ വേറൊരു നാട്ടിലിരുന്ന് കിലോമീറ്ററുകൾ ഇപ്പോഴുള്ള എന്നെ വിശ്വസിച്ച് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ അതിന് 100% നീതി പുലർത്തുക എന്നുള്ളതായിരിക്കണം എൻ്റെ ഏറ്റവും വലിയ കടമ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ നിങ്ങൾ പരിമണി കൂട്ടി വെക്കുന്ന പോലെ കൂട്ടി വെച്ചിട്ട് ഒരുത്തൻ്റെ സ്വപ്നമാണ് ഒരു വാഹനം എന്ന് പറയുന്നത്. അതിലൊരു ചതിവ് കാണിച്ചാൽ എൻ്റെ തലമുറ അനുഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ പണികൾ ചെയ്യത്തില്ല. അതുപോലെ നിങ്ങളെ കൊണ്ട് വ്യക്തമായിട്ട് ഞാൻ ഒരു കാര്യവും കൂടെ പറയണം. ഞാൻ എൻ്റെ നിന്ന് നിങ്ങൾ വണ്ടി എടുക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ നിന്ന് വണ്ടി എടുത്ത ആരുടെ നമ്പർ വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ, നിങ്ങൾ ഏത് ജില്ലയിലുള്ള ആളാണെങ്കിലും റഫറൻസ് നമ്പർ ഞാൻ തരും. നിങ്ങൾക്ക് ഡയറക്റ്റ് അവരുമായിട്ട് സംസാരിക്കാം. അവർ പറഞ്ഞു തരും ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും എൻ്റെ വർക്കിൻ്റെ രീതി എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം ഷുവറായിട്ട് പറഞ്ഞു തരാം. ഞാൻ ഒരിക്കലും എൻ്റെ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് വാങ്ങാറില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആരുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുന്നു അവർക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ വളരെ ചുരുക്കം ആളുകൾ എൻ്റെ അക്കൗണ്ട് ത്രൂവിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാകത്തില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് എൻ്റെ അക്കൗണ്ട് ത്രൂവിൽ ഞാൻ പേയ്മെൻറ്റ് വാങ്ങുക. അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ടു Z കാര്യങ്ങൾ നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഡിസിഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ നമുക്ക് ഹിഡൻ ചാർജുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കിടയിൽ വേറൊരു കമ്മീഷൻ കൊടുക്കാനുണ്ട്, അത് കൊടുക്കാനുണ്ട്, ഇത് കൊടുക്കാനുണ്ട്, അങ്ങനെ ഒന്നുമില്ല. നമ്മൾ പറയുന്ന വിലക്കകത്ത് ഇൻക്ലൂഡിങ് NOC പ്രൈസ് ആയിരിക്കും നമ്മൾ ഡീൽ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് തന്നെ വരാം. വണ്ടിയുടെ ഡീറ്റെയിൽ ഞാൻ ഒന്നും കൂടെ പറയാം. 2018 മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 74,000 കിലോമീറ്റർ വിത്ത് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റും വന്നിട്ടില്ലാത്ത ഒരു എത്തിയോസ് ലിവ VXD ടോപ്പ് എൻഡ് വേരിയന്റിലുള്ള വാഹനമാണ്. ഡ്യുവൽ ടോണിലാണ് വരുന്നത്. ഈ വാഹനത്തിന്റെ 2-3 പീസ് പെയിന്റ് ഉണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഈ വണ്ടിയിൽ യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. ഈ വണ്ടിയിൽ ഒരു വർക്ക് പെൻഡിങ്ങും ഇല്ല. എടുക്കുക ഡീസൽ അടിക്കുക ഓടുക, ആ ഒരു കണ്ടീഷനുള്ള വണ്ടിയാണ്. ഈ വാഹനത്തിന് വളരെ തുച്ഛമായ വിലയാണ്. വളരെ ഒരു ഫിക്സ് എമൗണ്ട് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. 5 ലക്ഷം രൂപ. അതിനകത്ത് അവർ NOC എടുത്തു തരും. പ്ലസ് ഇവിടെ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷന്, നാട്ടിലെ രജിസ്ട്രേഷൻ്റെ കോസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള വണ്ടികൾ വളരെ ഡിമാൻഡഡ് ആയിട്ടുള്ള വണ്ടികളാണ് നാട്ടിൽ. ഈ വാഹനങ്ങൾ ഇപ്പോൾ കിട്ടാനില്ല. ഡൽഹി മാർക്കറ്റിലും കിട്ടാനില്ല, നാട്ടിലും കിട്ടാനില്ല. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെപ്പറ്റി അവരോടൊന്ന് സജസ്റ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് വരുന്ന എല്ലാ ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ, അതായത് നമ്മൾ നേരിട്ട് പോയി ഇൻസ്പെക്ട് ചെയ്ത് വണ്ടിയുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന വാഹനങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം ആദ്യമായി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിലായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ അംഗങ്ങളാകാൻ താല്പര്യമുള്ളവർ ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലും കിടിലിനൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.